ഹായ് എവരി വൺ, അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പൊ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിങ്ങൾ നമുക്ക് മെസ്സേജിലൂടെയും കോളിലൂടെയും ഒരുപാട് പേര് ആവർത്തിച്ച് ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു, RRB NTPC CBT 2 എപ്പോൾ നടക്കും സാർ, അല്ലെങ്കിൽ RRB NTPC ടയർ 2 എക്സാം ഡേറ്റ് വല്ലതും വന്നിരുന്നോ? അപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ മറുപടി ഒരേ കാര്യം തന്നെയായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? RRBയുടെ ഭാഗത്ത് നിന്ന് അതിലൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വന്നാൽ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതാണ്. അതല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ ഫൈനലി അതിൽ RRB തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു നോട്ടീസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. RRB എന്ത് പറഞ്ഞിട്ടുണ്ട്? NTPC ടയർ 2 നടക്കാൻ പോകുന്ന ഡേറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാ RRBയുടെ സൈറ്റിലും വന്നു തുടങ്ങിയിട്ടില്ല എങ്കിലും പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ടെസ്റ്റ് നമുക്കറിയാം ജൂലൈ 2021 നടന്നു. അതിന്റെ റിവൈസ്ഡ് റിസൾട്ട് ഇപ്പം വളരെ അടുത്ത് 30 മാർച്ച് മുതൽ ഏപ്രിൽ 1 വരെയായിട്ട് പല RRBകളായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിന്റെ ടയർ 2 നടക്കാൻ പോകുന്നത് 9 മെയ്യും 10 മെയ്യും ആയിട്ടാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, RRB പറഞ്ഞിരിക്കുന്നത്. എല്ലാ ലെവലുകൾക്കും ഇല്ലാട്ടോ. പേ ലെവൽ 4 and 6 സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT 2 ഫോർ ദ കാൻഡിഡേറ്റ്സ് ഹു ഗെറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ പേ ലെവൽ 4 and 6. ഏതാണ് 4 and 6 എന്ന് പറയുമ്പോൾ? 4 എന്ന് പറയുമ്പോൾ ട്രാഫിക് അസിസ്റ്റന്റ് ആണ്. 6 എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ അപ്രന്റീസും സ്റ്റേഷൻ മാസ്റ്ററുമാണ് ഇതിൽ വരാൻ പോകുന്നത്. അത് 9-ാം തീയതിയും 10-ാം തീയതിയുമായി നടക്കുമെന്നാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, RRB പറഞ്ഞിരിക്കുന്നത്. 2, 3, 5 എന്ത് ചെയ്യും, ഇനി പിന്നീട് അനൗൺസ് ചെയ്യും. വിൽ ബി അനൗൺസ്ഡ് ലേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാധാരണ RRB പറയുന്ന കാര്യം തന്നെയാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റുകളെ മാത്രം എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എന്താ പറയുക, ഡിപ്പെൻഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ ജോലി വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്ന ആളുകളെ തന്നെ നിങ്ങൾ ഒരു രീതിയിലും എന്ത് ചെയ്യാതിരിക്കുക, അടുപ്പിക്കാതിരിക്കുക. അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഇവിടെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ അതൊന്നും വിശ്വസിക്കാതിരിക്കുക. ഇതാണ് റെയിൽവേയിൽ ജോലി ടാലന്റ് എന്ന് പറയുന്നത്. വളരെ പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ പണിയെടുത്താൽ നമുക്ക് കിട്ടുന്ന എന്തെന്ന് പറയുന്നത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. RRB NTPC ടയർ 2 എന്നാണ് നടക്കാൻ പോകുന്നത്? RRB NTPC ടയർ 2 മെയ് 9-നും മെയ് 10-നുമായിട്ട് കൊമേഴ്ഷ്യൽ അപ്രന്റീസിനെയും സ്റ്റേഷൻ മാസ്റ്ററിനെയും പരീക്ഷ നടക്കും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, RRB പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനും ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ NTPC ടയർ 2 കംപ്ലീറ്റ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് NTPCക്ക് മാത്രമല്ല, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്കും ഒരുപോലെ ഉപകാരപ്രദമായിട്ടുള്ള കോഴ്സാണ്. എക്സ്ട്രാ നിങ്ങൾ ഇംഗ്ലീഷും അഡ്വാൻസ്ഡ് മാത്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ SSC പരീക്ഷകൾക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന കോഴ്സാണ്. എല്ലാത്തിനും നമ്മൾ ലൈഫ് ടൈം വാലിഡിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതെടുത്ത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കോഴ്സല്ല ഇതെന്ന് പറയുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മൾ വാട്സപ്പിലോ ടെലിഗ്രാമിൽ എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഫുൾ സ്വിംഗിൽ നിങ്ങൾ പഠിക്കേണ്ടുന്ന സമയമാണ്. കാരണം ഏകദേശം ഒരു മാസമൊക്കെ നമ്മുടെ മുമ്പിലുള്ള, ഒരു മാസവും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ, അത്രേ ഉള്ളൂ. ഇത് ഒരു മാസം നിങ്ങൾ കട്ടക്ക് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനും പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി ടയർ 1 ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് പറയുമ്പോൾ അതിനോട് ഒരു കാര്യം കൂടി കൂടിച്ചേർക്കേണ്ടതുണ്ട്. പലരും കോഴ്സ് എടുക്കാൻ വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ കോഴ്സ് എടുക്കാൻ എനിക്ക് താല്പര്യം, പക്ഷേ കോഴ്സ് എടുത്തെങ്കിൽ ഇത്രയൊക്കെ ഈ ഒരു സമയം കൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഓൾറെഡി ടയർ 1 ക്രാക്ക് ചെയ്ത ആളുകളാണ് മക്കളെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ടയർ 1 ക്രാക്ക് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു സാധനം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടയർ 1 കിട്ടിയത്. അല്ലാതെ വെറുതെ എല്ലാവർക്കും ടയർ 1 കിട്ടിയിട്ടുണ്ടോ? ഇല്ല, വളരെ കുറച്ച് ആളുകൾക്ക് ടയർ 1 കിട്ടിയിട്ടുള്ളൂ അല്ലേ, എഴുതിയ ആളുകളുടെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള സമയം കൊണ്ട് തീർച്ചയായിട്ടും ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയാണ്. മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കുന്ന തന്നെയാണ്. സിമ്പിൾ ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ്സ് പോസിബിൾ എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുക, മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്നത്രയും നിങ്ങൾ പഠിക്കുക. ഇത് ഇത്രയും എന്തായാലും പ്രോസസ് ഇത്രയും സമയം എടുത്തു. എന്തായാലും ഇത്രയും സമയം എടുത്ത സ്ഥിതിക്ക് ഇനി ഇത് വാങ്ങിയിട്ടേ ഞാൻ അടങ്ങും എന്നുള്ളൊരു വാശി എവിടെ വരണം, നിങ്ങളുടെ ഉള്ളിൽ വരണം. അപ്പൊ എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ജോലിയിലൂടെ എത്തിപ്പെടാൻ പറ്റട്ടെ. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, കമന്റ് ചെയ്തോളൂ. അപ്പോൾ ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.